ഓക്കെ. ഹലോ മക്കളെ, നമ്മുടെ 10ാം ക്ലാസ്സിലത്തെ ആദ്യത്തെ ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് ആരും മടിയൊന്നും പിടിച്ചിരിക്കണ്ട, നമുക്ക് ഏതായാലും പഠിച്ചേ പറ്റൂ. അപ്പൊ നമുക്ക് ബയോളജി ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താ? ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്നാണ്. ഈ ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ജീവന്റെ ജനിതകം. ജെനറ്റിക്സ് ഓഫ് ലൈഫ് അഥവാ ജീവന്റെ ജനിതകം എന്നാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്. ഈ ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ ഈ പാരമ്പര്യം എന്നൊക്കെ കേട്ടിട്ടില്ലേ? പാരമ്പര്യം, ജീനുകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് ചിലത് നമ്മുടെ അച്ഛനിൽ നിന്ന് അമ്മയൊക്കെ കിട്ടുന്നില്ല. അതായത് നമ്മുടെ രൂപം, ചിലർ പറയും അവളെ കാണാൻ അച്ഛനെ പോലെ തന്നെയാ, നമ്മളെ കാണാൻ അമ്മയെ പോലെ തന്നെയാന്നൊക്കെ പറയുന്നില്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? ഈ പാരമ്പര്യമായിട്ട്, അതായത് ഹെറിഡിറ്റി ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇതൊക്കെ കിട്ടുന്നത്. നമുക്ക് നമ്മുടെ മുടി, ചിലരുടെ മുടി കാണുന്നില്ലേ, കേളി ഹെയർ, ചിലത് സ്ട്രെയിറ്റ് ഹെയർ, അത് ചിലപ്പോ അവരുടെ അമ്മയുടെ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ അച്ഛന്റെ പോലെ. അവരുടെ നിറം, ഹൈറ്റ്, ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ? നമ്മുടെ പേരൻസിൽ നിന്നാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടാനുള്ള കാരണം എന്താ? ഈ ജീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജനിതക വസ്തു ഉണ്ട്. അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് ഇതൊക്കെ കിട്ടാനുള്ള കാരണം എന്നാ? ജീൻ എന്ന് പറഞ്ഞ ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പൊ ആ ജീനിനെ കുറിച്ച്, പിന്നെ പാരമ്പര്യമായിട്ട് നമുക്ക് ഇത് എങ്ങനെയാ കിട്ടുന്നത്, അതൊക്കെയാണ് നമ്മൾക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ, ഈ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എല്ലാവരും ഓക്കെ അല്ലേ? റെഡി ആയിരിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കടക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പറയുന്നത് എന്താ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ചാണ്. അതായത് ഞാനിപ്പോ പറഞ്ഞ ജീൻ ഇല്ലേ, അതായത് പാരമ്പര്യമായിട്ട് നമുക്ക് ഇതൊക്കെ കിട്ടാനുള്ള കാരണം ആരാ? ജീനാണ്. അപ്പൊ ആ ജീനിൽ എഡിറ്റ് ചെയ്താല്, ആ ജീനിൽ എഡിറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിയെ കുറിച്ചാണ് എന്താ പറയുന്നത് ഇതിൽ പറയുന്നത്. അതായത് ഈ ജീൻ എന്ന് പറയുന്നത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ. അപ്പൊ അതിൽ എഡിറ്റ് ചെയ്യുക വഴി നമുക്ക് ചിലപ്പോ നമുക്ക് ഈ ഡിസീസസ്, നമ്മുടെ സ്വഭാവങ്ങളൊക്കെ അടുത്ത തലമുറയിൽ നിന്നും മാറ്റാൻ, അതായത് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് ഇതിലൂടെ പറയുന്നത്. ആ ടെക്നോളജിയുടെ പേരാണ് CRISPR-Cas9. അതായത് ഈ ജീനിനെ, അതായത് നമ്മള് ഈ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നില്ലേ, ഒരു വീഡിയോ എടുത്തു, അപ്പൊ അതിനെ എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്തുന്നില്ലേ, അതുപോലെ നമുക്ക് കിട്ടിയ സ്വഭാവം അല്ലെങ്കിൽ ഡിസീസസ്, അതായത് പാരമ്പര്യമായിട്ട് ഓരോരോ ആൾക്കാർ ഇങ്ങനെ ഡിസീസസ് കൈമാറി വരുന്നത്, ഈ ജനിതക രോഗം കേട്ടിട്ടില്ലേ, അപ്പൊ അതൊക്കെ നമുക്ക് അടുത്ത തലമുറയിൽ നിന്ന് എന്ത് ഇല്ലാതാവാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ഈ ജീൻ എഡിറ്റിങ്ങിലൂടെ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ജീൻ എഡിറ്റിംഗ് പ്രോസസ് വിച്ച് ക്യാൻ ബ്രിങ് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ദ ജീൻസ് ഇൻ DNA. അപ്പൊ ഈ ജീൻ എന്ന് പറയുന്നത് എന്താ? ഈ DNA-യിലാണുള്ളത്. അതായത് DNA എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ ജീനെ കുറിച്ച് നമുക്ക് പഠിക്കാം. DNA എങ്ങനെയാണ്, DNA എവിടെയാ കിടക്കുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ആ DNA ഉള്ള ജീനിനെയാണ് എന്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്തിയിട്ട് ഉള്ള ആ ടെക്നോളജിയാണ് പറയുന്നത് നമ്മൾ. അതാണ് ഇത് CRISPR-Cas9 എന്ന് പറഞ്ഞ ടെക്നോളജി. അത് കണ്ടുപിടിച്ചവരാണ് ആര്? ജെന്നിഫർ എ ഡൗട്ട്ന ആൻഡ് ഇമ്മാനുവൽ ഷാർപ്പൻഡർ. അല്ലെ കാർപ്പൻഡർ എന്നാണ് പറയാ, ഷാർപ്പൻഡർ എന്നും പറയും. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് ഇമ്മാനുവൽ കാർപ്പൻഡർ ആൻഡ് ജെന്നിഫർ എ ഡൗട്ട്ന. ഇവർ രണ്ടുപേരും എന്ത് CRISPR-Cas9 എന്ന് പറഞ്ഞ ടെക്നോളജി കണ്ടുപിടിച്ചത്. അപ്പൊ ഈ ജീൻ എഡിറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ് അഡ്വാൻറ്റേജസ്? എന്താ? അതായത് നമ്മൾ ഈ ജീൻ എഡിറ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഈ ജനിതക രോഗങ്ങൾ നമുക്ക് അടുത്ത തലമുറയിലേക്ക് കൈമാറി പോവാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ക്യാൻസർ ചികിത്സയിലും വലിയ മാറ്റം വരുത്തും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ മാത്രമല്ല, ഈ പ്ലാന്റ്സിലായാലും ഈ രോഗങ്ങളും കീടങ്ങളും ഒക്കെ അടുത്ത തലമുറയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ജീൻ എഡിറ്റിംഗ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്താ വെച്ചാൽ ജീൻ എഡിറ്റിംഗ് CRISPR-Cas9 എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്. അത് കണ്ടുപിടിച്ചവരാണ് ആര്? ജെന്നിഫർ എ ഡൗട്ട്ന ആൻഡ് ഇമ്മാനുവൽ കാർപ്പൻഡർ. ഈ രണ്ട് പേരുമാണ് നമ്മൾ ജീൻ എഡിറ്റിംഗ് കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ DNA ഉള്ള ജീനിനെ, അതായത് DNA ഉള്ള ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്നതാണ് ജീൻ എഡിറ്റിംഗ്. അപ്പൊ ഇത് എങ്ങനെയാ? അപ്പൊ DNA-യിലുള്ള ജീനുകളിൽ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ DNA എന്താണെന്ന് അറിയണ്ടേ ആദ്യം. അതായത് DNA ഉള്ള ജീനിലാണ് മാറ്റം വരുന്നത്. അപ്പൊ DNA എന്താ? അതായത് നമ്മൾ സെല്ല് കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സെല്ലിനെ പറ്റി അറിയാം അല്ലെ? നമ്മുടെ ഈ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്?
ഈ സെല്ല് അഥവാ കോശങ്ങൾ കൊണ്ടാണ്. നമ്മുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താ? കോശാണ്. ഈ സെല്ല് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിന്റെ. അപ്പൊ ആ സെല്ലിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? നമ്മുടെ DNA. ഈ സെല്ല് എവിടെയാ കിടക്കുന്നത്? ഈ സെല്ലിനെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ഈ സെല്ലിനെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാലല്ലേ കാണാൻ പറ്റും. അപ്പൊ ഈ സെല്ല്, ഒരു സെല്ല് എടുത്താല് സെല്ലിന്റെ ഉള്ളിൽ എന്തുണ്ട്? സെല്ലിന്റെ ഉള്ളിൽ എന്തുണ്ട് മക്കളെ പറയേ? അതായത് സെല്ലിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, അഥവാ മർമ്മം. ഇതൊക്കെ നിങ്ങൾ സെല്ലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലേ നിങ്ങൾക്ക്? അപ്പൊ സെല്ലിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്തുണ്ട്? ക്രോമസോംസ് ഉണ്ട്. ആ ക്രോമസോംസിന്റെ ഉള്ളിൽ ഇങ്ങനെ കോയിൽ ചെയ്ത് നിൽക്കുന്നതാണ് ഏത്? നമ്മുടെ DNA. ആ DNAയുടെ ഒരു ചെറിയൊരു പീസാണ് എന്ത്? നമ്മുടെ ജീൻ. അതായത് ഓരോരോ ജീനിനും ഓരോരോ ഇതാ ഉള്ളത്. ഒന്ന് ഹൈറ്റിനാണ് പ്രവർത്തിക്കുന്നെങ്കിൽ മറ്റേ ജീൻ ഏതാ? നമുക്ക് നിറം കിട്ടാനുള്ള കാരണം വേറൊരു ജീനായിരിക്കും. അതൊക്കെ ഓരോരോ ജീനിനും ഓരോരോ ധർമ്മമുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ജീൻ എന്താന്ന് ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് നോക്കാം? ഈ ജീൻ എവിടെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സെല്ല്. ഈ സെല്ലിന്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ക്രോമസോംസ് ഉള്ളത്. ഈ ക്രോമസോം എടുത്താൽ ഈ ക്രോമസോമിൽ കോയിൽ ചെയ്തിട്ടാണ് എന്ത് കിടക്കുന്നത്? നമ്മുടെ DNA കിടക്കുന്നത്. ഈ DNA ആണ് ഈ കാണുന്നതാണ് DNA. ഈ DNAയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ഇത്. ഇതാണ് നമ്മുടെ ഈ DNA. ഈ DNAയുടെ ഒരു സെഗ്മെന്റ് എടുത്താൽ അതാണ് ജീൻ. അതായത് ഓരോരോ ജീനിനും ഓരോരോ ധർമ്മമാണ് ഉള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ DNA സ്ട്രക്ചർ ഇതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ സ്ട്രക്ചർ എങ്ങനെയാ നമുക്ക് മനസ്സിലായത്? നമുക്ക് ഈ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചു തന്ന ശാസ്ത്രജ്ഞരെ പറ്റിയാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. അതായത് സെല്ലുണ്ട്, സെല്ലിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് അഥവാ മർമ്മമുണ്ട്, അതിന്റെ ഉള്ളിൽ ക്രോമസോം ഉണ്ട്, ക്രോമസോമിന്റെ ഉള്ളിൽ കോയിൽ ചെയ്തിട്ട് കിടക്കുന്നതാണ് ഏത്? നമ്മുടെ DNA. അതിന്റെ ഒരു സെഗ്മെന്റ് ആണ്, അതായത് ഒരു സ്പെസിഫിക് പാർട്ടാണ്. അതായത് ഈ DNA ഒരു ചെറിയൊരു പീസാണ് ഏത്? നമ്മുടെ ജീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ DNA സ്ട്രക്ചർ ഈ മോഡലാണ്. അതായത് ഇതിനൊരു പേരുണ്ട്. ഈ സ്ട്രക്ചറിന് ഒരു പേരുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ മോഡൽ കാണുമ്പോൾ നമുക്കൊരു സ്റ്റെയർ കേസ്, ഇങ്ങനെ ചുറ്റി വളഞ്ഞ ഒരു സ്റ്റെയർ കേസ് അഥവാ ചുറ്റു ഗോവണിയുടെ ഒരു മാതൃക തോന്നുന്നില്ലേ? അതായത് ഇങ്ങനെയുള്ള ഒരു ഗോവണി ഇങ്ങനെ പിരിച്ചു വെച്ച, അതായത് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ഉള്ള കാര്യം ഇങ്ങനെ പിരിച്ചു വെച്ചതുപോലെയല്ലേ ഉള്ളത്? അപ്പൊ ഇങ്ങനെ പിരിച്ചു വെച്ചതുപോലെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് എന്ത് പേരിട്ടു? ഡബിൾ ഹെലിക്കൽ മോഡൽ അഥവാ ചുറ്റുഗോവണി മാതൃക എന്ന് പേരിട്ടു. എങ്ങനെയാണ് ഇവർക്ക് ഇത് ഡബിൾ ഹെലിക്കൽ മോഡലാണെന്ന് എങ്ങനെ ഇവർ കണ്ടുപിടിച്ചത് ചോദിച്ചാല്, നമ്മുടെ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ ആൻഡ് മൗറിസ് വിൽക്കിൻസ് എന്ന് പറഞ്ഞ രണ്ട് ശാസ്ത്രജ്ഞര് നമ്മുടെ ഈ DNA ഉള്ള ജീനിൽ എന്ത് നടത്തി? ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ നടത്തി. അവരിങ്ങനെ കുറെ എക്സ്റേ, ശരിക്കും ഈ ഫോട്ടോ എടുക്കുന്നത് റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ ആണ്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടിയാണ് ഈ എന്ത് നടത്തുന്നത്? എക്സ്റേ ഡിഫ്രാക്ഷൻ നടത്തുന്നത്. അപ്പൊ അവരിങ്ങനെ കുറെ ഫോട്ടോ എടുത്തപ്പോൾ അവർക്ക് ഒരു ഫോട്ടോ 59 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടി. അപ്പൊ ഈ ഫോട്ടോ 51 എന്ന് പറഞ്ഞിട്ടുള്ള ഫോട്ടോ ആണെന്ത്? ഈ എക്സ്റേയുടെ മോഡല് ഡബിൾ ഹെലിക്കൽ ആണെന്ന് അവരെ കണ്ടുപിടിക്കാൻ സഹായിച്ചത്. അതായത് 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടി എന്ത് കണ്ടുപിടിച്ചു? DNA മോഡല് ഡബിൾ ഹെലിക്കൽ മോഡൽ അഥവാ ചുറ്റുഗോവണി മാതൃകയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അവര് ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് അവരെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്തത് ഈ ഫോട്ടോ 51 എന്ന് പറഞ്ഞതാണ്. ഈ ഫോട്ടോ 51 എടുത്തത് നമ്മുടെ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ ആണ്. അപ്പൊ എക്സ്റേ ഡിഫ്രാക്ഷൻ നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് പറയാ റൊസാലിൻഡ് ഫ്രാങ്ക്ലിനും മൗറിസ് വിൽക്കിൻസും ചേർന്നിട്ടാണെന്ന് പറയാ. നമ്മുടെ DNA ഡബിൾ ഹെലിക്കൽ മോഡൽ ആരാണെന്ന് കണ്ടുപിടിച്ച് ചോദിച്ചാൽ പറയാ ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സണും ചേർന്നിട്ടാണെന്ന് പറയാം. പക്ഷെ 1962 അവർക്ക് എന്ത് ലഭിച്ചു? നൊബേൽ പ്രൈസ് കിട്ടി. ആർക്കെല്ലാം? മൗറിസ് വിൽക്കിൻസ്, ഫ്രാൻസിസ് ക്രിക്ക് ആൻഡ് ജെയിംസ് വാട്സൺ. ഇവർക്ക് 3 പേർക്ക് എന്ത് കിട്ടിയുള്ളൂ? നൊബേൽ പ്രൈസ്. ശരിക്കും ഈ ഫോട്ടോ എടുത്ത ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഈ ഫോട്ടോ എടുത്ത റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ത് കിട്ടിയില്ല? നൊബേൽ പ്രൈസ് കിട്ടിയില്ല.
അതായത് അവര് 1958 എന്ത് ചെയ്തു, മരിച്ചുപോയി. അതുകൊണ്ട് കാരണം 1962 1962 എന്ത് കിട്ടുന്നത്, നൊബേൽ പ്രൈസ് കിട്ടുന്നത്. അവര് 1958 മരിച്ചു പോയതുകൊണ്ട് എന്ത്, അവർ രോഗം വന്നു. അതായത് എങ്ങനെ മരിച്ചത് വെച്ചാൽ ഈ തുടർച്ചയായിട്ട് ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ നടത്തുന്ന വഴി റേഡിയേഷൻ കൊണ്ട് അവര് രോഗം ബാധിച്ച് മരിക്കുക ചെയ്തത്. അപ്പൊ അവർക്ക് ബാക്കി 3 പേർക്കും ലഭിച്ചു ഈ ഫോട്ടോ 51 എന്ന് പറഞ്ഞ. അപ്പൊ ഇവിടെ പഠിക്കാനുള്ളത് എക്സ്റേ ഡിഫ്രാക്ഷൻ നടത്തിയത് റൊസാലൻഡ് ഫ്രാങ്ക്ലിനും മൗറിസ് വിൽക്കിൻസും ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സണും എന്ത് ചെയ്തു, ഡബിൾ ഹെലിക്കൽ മോഡൽ ആണെന്ന് കണ്ടുപിടിക്കാൻ ഡബിൾ ഹെലിക്കൽ മോഡൽ ആണെന്ന് കണ്ടുപിടിച്ചു. പിന്നെ ഫോട്ടോ 51 എന്ന ഈ ഫോട്ടോ, ഇതും ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത് ഈ ഭാഗത്ത്. അപ്പോ ഇതാണ് നമ്മുടെ DNA സ്ട്രക്ചർ കണ്ടുപിടിച്ചവരെ കുറിച്ചാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഈ DNA സ്ട്രക്ചർ, അതായത് ഈ DNA സ്ട്രക്ചർ ഡബിൾ ഹെലിക്കൽ മോഡൽ ആണെന്ന് കണ്ടുപിടിച്ചവരെ കുറിച്ചാണ് നമ്മളിപ്പോ പഠിച്ചത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അൾട്രാ സ്ട്രക്ചർ നോക്കണം. അതായത് ഈ DNA ശരിക്കും എങ്ങനെയാണ്, അതായത് നമ്മൾ ന്യൂക്ലിയസിനുള്ളിൽ കോയിൽ ചെയ്തിട്ടല്ലേ കിടക്കുന്നത് ഈ DNA. അപ്പൊ ആ DNA നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. DNA എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് DNA സ്ട്രക്ചർ 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNA ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ചു. റൊസാലൻഡ് ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ് എന്നിവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് DNA ഘടന ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും നിർദ്ദേശിച്ചത്. റൊസാലൻഡ് ഫ്രാങ്ക്ലിൻ എടുത്ത DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളിൽ പ്രശസ്തമായ ഫോട്ടോ 51 എന്ന ചിത്രത്തിൽ നിന്നാണ് ഇതിനു വേണ്ടിയിട്ടുള്ള നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത്. അതായത് റൊസാലൻഡ് ഫ്രാങ്ക്ലിൻ 1958 തന്റെ 37-ാം വയസ്സിൽ മരിച്ചുപോയി. അതുകൊണ്ട് DNA ചുറ്റുകോവണി മാതൃക കണ്ടെത്തിയതിൽ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിൻസ് എന്നിവർക്ക് 1962 മെഡിസിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചു. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ ഫസ്റ്റ് പഠിച്ചില്ലേ ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ച്, അതായത് CRISPR-Cas9 എന്ന് പറഞ്ഞ ടെക്നോളജി പഠിച്ചില്ലേ? അത് കണ്ടുപിടിച്ചതിന് അവർക്ക് ആർക്കെല്ലാം, ജെന്നിഫർ എ ഡൗഡ്ന, ഇമ്മാനുവൽ കാർപെൻറ്റർ എന്നിവർക്ക് എന്ത് ലഭിച്ചിന്, 2020 നൊബേൽ പ്രൈസ് കിട്ടും അവർക്ക്. അതായത് ജീൻ എഡിറ്റിങ്ങിനുള്ള ടെക്നോളജി കണ്ടുപിടിച്ചതിന് അവർക്കും എന്ത് കിട്ടിന്, നൊബേൽ പ്രൈസ് 2020 ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് DNA, അതായത് നമുക്ക് നമ്മുടെ ഇതിൽ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കുകയാണ്. അതായത് DNA എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി DNA നോക്കണം, ജീൻ എന്താണെന്ന് നോക്കണം, അതിന്റെ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ സ്വഭാവമൊക്കെ കിട്ടാനുള്ള കാരണം എങ്ങനെയാണ്, ഈ ജീൻ എന്താ ചെയ്യുന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം, DNA സ്ട്രക്ചർ നോക്കാം. അപ്പൊ DNA ലൊക്കേഷൻ മനസ്സിലായില്ലേ എല്ലാവർക്കും? അതായത് DNA ലൊക്കേഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ സെല്ലുണ്ട്, സെല്ലിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് അഥവാ മർമ്മമുണ്ട്, അതിൽ ക്രോമസോം ഉണ്ട്. ക്രോമസോമിന്റെ ഉള്ളിൽ എന്തുണ്ട്, ക്രോമസോമിന്റെ ഉള്ളിലാണ് ഈ DNA കോയിൽ ചെയ്ത് കിടക്കുന്നത്. അതിന്റെ ഒരു സെഗ്മെന്റ് ആണ് നമ്മുടെ ജീൻ. ഓക്കെ, ഇനി നമുക്ക് DNA ആണ് ഈ കാണുന്നത്. DNA സ്ട്രക്ചർ ആണിത്. അപ്പൊ ഈ DNA എന്ന് പറഞ്ഞത് എന്താ, ഈ ഇങ്ങനെയുള്ള സാധനം, ഇങ്ങനെയുള്ള ഒരു ഗോവണി പിരിച്ചു വെച്ചതുപോലെയല്ലേ ഇത് കിടക്കുന്നത് അല്ലെ? അപ്പൊ എന്തുണ്ട്, ഇത് രണ്ട് അതായത് നമുക്ക് ഒരു ഗോവണി എടുത്താൽ രണ്ട് ഭാഗം, രണ്ട് പിടിക്കട്ടെ, രണ്ട് സൈഡിൽ ഒരു ഭാഗം നടുക്ക് കയറാനുള്ള പടികൾ അങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പൊ ആ ഒരു ഭാഗത്തുള്ള ഇതാണ് ഇത് സ്ട്രാൻഡ് ആണ് ഈ കിടക്കുന്നത്. ഓക്കെ, അതായത് ഒരു DNA എടുത്താല് ഈ കാണുന്നതാണ് ഇത് അതിന്റെ സ്ട്രാൻഡുകൾ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് അതിന്റെ സ്ട്രാൻഡ്. അതിന്റെ നടുവിലായിട്ട് കയറാനുള്ളതാണ് ഈ പടികൾ. ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ DNA ഉള്ളത്. അപ്പൊ ഈ DNA നമ്മൾ ഓരോരോ സാധനവും എടുത്താൽ അതിനൊരു അടിസ്ഥാന യൂണിറ്റ് ഉണ്ടാവില്ലേ. ഇപ്പൊ നമ്മൾ ഒരു മതിലോ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്, അപ്പൊ അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ഒരു ഇഷ്ടികയോ കല്ലോ അങ്ങനെ വെച്ചിട്ടല്ലേ ഓരോരോ സാധനം നമ്മൾ ഉണ്ടാക്കുന്നത്, അതായത് വീടും ഒക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ DNA നിർമ്മിക്കാൻ എന്തുണ്ട്, ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ട്. അതായത് എന്തോ ഒരു സാധനം അടുക്കി വെച്ചിട്ടാണ് എന്തുണ്ടായത്, ഇങ്ങനെ പെറുക്കി വെച്ചിട്ടാണ് എന്തുണ്ടാകുന്നത്, നമ്മുടെ ഈ DNA ഉണ്ടാകുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഈ DNA ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ കാണുന്നതാണിത്, ഈ കാണുന്ന ഇതിനൊരു പേരുണ്ട്. ഇതിന്റെ പേരാണിത് ന്യൂക്ലിയോടൈഡ്. അതായത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്
ഒരു ഷുഗർ മോളിക്യൂൾ, ഒരു നൈട്രജൻ ബേസ്, ഇത് മൂന്നും ചേർന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, ന്യൂക്ലിയോടൈഡ്. അതായത് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA, ഈച്ച് മോളിക്യൂൾ ഈസ് കമ്പോസ്ഡ് ഓഫ് എ ഡിയോക്സിറൈബോ ഷുഗർ, എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് എ നൈട്രജൻ ബേസ്. ഇത് മൂന്നും ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുന്നത്. ഈ ന്യൂക്ലിയോടൈഡുകൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് ബോണ്ട് ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്, നമ്മുടെ DNA ഈ ഒരു മോഡൽ ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് ഓരോരു സാധനം നമുക്ക് നിർമ്മിക്കാൻ എന്ത് വേണം, ഒരു മതിലോ ഇതാന്ന് വീടോ എന്ത് വേണമെങ്കിൽ നമുക്കൊരു സാധനം വേണ്ട. അപ്പൊ ആ DNA നിർമ്മിക്കാനുള്ള ആ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയോടൈഡ്. ഈ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ 3 മോളിക്യൂൾ ചേർന്നുള്ളത്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു ഷുഗർ മോളിക്യൂൾ, ഒരു നൈട്രജൻ ബേസ്. ഇത് 3 ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്, പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട്സ് ദാറ്റ് ലിങ്ക്സ് ന്യൂക്ലിയോടൈഡ്സ് ടുഗദർ. അതായത് ഈ ന്യൂക്ലിയോടൈഡുകളെ ഇങ്ങനെ പരസ്പരം ബോണ്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്. അതായത് എങ്ങനെയാന്ന് വിചാരിച്ചാൽ, നമ്മള് കണ്ട ഈ കാണുന്ന ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണെങ്കിൽ ഈ ന്യൂക്ലിയോടൈഡുമായിട്ട് ഇങ്ങനെ അടുത്ത ന്യൂക്ലിയോടൈഡുമായിട്ട് ഇങ്ങനെ ബോണ്ട് ചെയ്ത് നിൽക്കുന്ന കാണുന്നില്ലേ. അതായത് പരസ്പരം ബന്ധിപ്പിക്കാനാണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് ഈ ഷുഗർ മോളിക്യൂൾ. ഈ ഷുഗറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഷുഗർ എന്ന് പറയുന്നത് റൈബോസ് ഷുഗർ ആണ്. ഈ ഷുഗർ റൈബോസ് ഷുഗർ ആണ്. ആ ഷുഗറിനാണ് നമ്മൾ പറയുന്നത് എന്ത്, ഡിയോക്സിറൈബോസ് ഷുഗർ. അതായത് നമ്മുടെ DNA ഫുൾ നെയിം എന്ന് പറയുന്നത് ഡിയോക്സിറൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. അതായത് നമ്മുടെ DNA ഫുൾ ഫോം എന്താ, ഡിയോക്സിറൈബോ ന്യൂക്ലിക് ആസിഡ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്, നമ്മുടെ ഷുഗർ എന്ന് പറയുന്നത് ഡിയോക്സിറൈബോ ഷുഗർ. അതായത് ഇതിലൊരു ഡിയോക്സിറൈബോ ഷുഗർ ഉള്ളത് കൊണ്ടാണ് ഇതിന് ഈ പേര് കിട്ടിയത്. നമ്മുടെ DNA പറഞ്ഞു. അപ്പൊ അതിനു മുൻപൊന്ന് DNA കുറിച്ച് ഒന്ന് പറയാനുണ്ട്. എന്ന് വിചാരിച്ചാല് ഈ DNA എന്ന് പറയുന്ന ഒരു ന്യൂക്ലിക് ആസിഡ് ആണ്. അതായത് ഈ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ബയോമോളിക്യൂൾ, നമ്മുടെ കോശങ്ങളെല്ലാം ഉണ്ടാവാനും നമ്മൾ വളർന്ന് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ഒരു ജൈവ തന്മാത്രയാണ്, ബയോമോളിക്യൂൾ ആണ് ഈ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു തരത്തിലുള്ള ഒരു ന്യൂക്ലിക് ആസിഡ് ആണ് നമ്മുടെ ഈ DNA എന്ന് പറയുന്നത്. അപ്പൊ ഈ DNA നിർമ്മിക്കാനുള്ള, അതായത് ന്യൂക്ലിയോടൈഡുകൾ പരസ്പരം ബോണ്ട് ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്, നമ്മുടെ DNA ഉണ്ടാവുന്നത്. ഇത്രയും ഭാഗം ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഷുഗറിനെ പറ്റിയിട്ടും പറഞ്ഞ് ഇത് ഡിയോക്സിറൈബോ ഷുഗർ ആന്ന് പറഞ്ഞ് ഈ ഫോസ്ഫേറ്റ് എന്തിനാ സഹായിക്കുന്നത്, ഈ ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബോണ്ട് ചെയ്ത് നിർത്താനാണ് പറയുന്നു പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞേ, ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. ആ നൈട്രജൻ ബേസിന് എന്താ പ്രത്യേകത, അത് നൈട്രജൻ കണ്ടെയ്നിങ് ആൽക്കലൈൻ കോമ്പൗണ്ട് ആണ്. അതായത് ഒരു നൈട്രജൻ അടങ്ങിയ ഒരു ആൽക്കലി സംയുക്താണ് നമ്മുടെ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത് ഈ ന്യൂക്ലിയോടൈഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ DNA സ്ട്രക്ചർ ഉണ്ടാക്കുന്നതെന്നാണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. ഇതാണ് നമ്മുടെ DNA ഒക്കെ എന്തുണ്ടെന്ന് പറഞ്ഞു, ഡബിൾ സ്ട്രാൻഡ്. അതായത് നമ്മൾ ഈ ഒരു സ്ട്രാൻഡ്, ഞാൻ ഇവിടെ കാണിക്കുന്ന ഈ ഒരു സ്ട്രാൻഡ് എടുത്താൽ ഈ കാണുന്നതാണ് ആ സ്ട്രാൻഡ്. അതായത് നമ്മുടെ ന്യൂക്ലിയോടൈഡിന്റെ ഒരു പീസ്, അതായത് ഷുഗറും ഫോസ്ഫേറ്റും ചേർന്ന ഭാഗമാണ് ഏതിൽ വരുന്നത്, ഈ സ്ട്രാൻഡിൽ വരുന്നത്. ഓക്കെ അല്ലേ? അതായത് ന്യൂക്ലിയോടൈഡുകൾ ബോണ്ട് ചെയ്തിട്ടാണ് നമ്മുടെ DNA ഉണ്ടാകുന്നത്. അതിൽ തന്നെ ഇങ്ങനെ ഒരു ഡബിൾ ഹെലിക്കൽ മോഡലിൽ 2 ഇഴകളുണ്ട് അല്ലെ. ഈ 2 ഇഴകളും ഉണ്ട്, പടികളും ഉണ്ട്. അപ്പൊ ഈ ന്യൂക്ലിയോടൈഡ് എടുത്താൽ അതിന്റെ ഷുഗറും ഫോസ്ഫേറ്റും ചേർന്ന ഭാഗമാണ് ഏതിൽ വരുന്നത്, ഈ ഇഴകളിൽ വരുന്നത്. അപ്പൊ ഇതൊരു സ്ട്രാൻഡ്, അതായത് ഇതൊരു ഇഴയാണെങ്കിൽ ഇതാണ് ഈ കാണുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആ സ്ട്രാൻഡ് എടുത്താൽ ഈ ഷുഗറും ഫോസ്ഫേറ്റും ചേർന്ന ഭാഗമാണ് സ്ട്രാൻഡ്. അപ്പൊ 2 സ്ട്രാൻഡ് ഉണ്ടെന്ന് പറയാം. അപ്പൊ ഒരു സ്ട്രാൻഡിൽ എന്തുണ്ട്, ഈ ഒരു ന്യൂക്ലിയോടൈഡ് എടുത്താൽ അതിന്റെ ഒരു സ്ട്രാൻഡ് ചേർന്നാൽ ഒരു പടീന്റെ പകുതിയായി അല്ലെ. അതായത് ഇത് ഒരു സ്ട്രാൻഡ്, ഈ ഒരു പടീന്റെ പകുതിയായി ഒരു ന്യൂക്ലിയോടൈഡ് എടുത്താൽ. ഇനി ഇപ്പുറത്തെ സൈഡിലും എന്തുണ്ട്, സ്ട്രാൻഡ് ഉണ്ട്, കാണുന്നില്ലേ? ഈ ഭാഗത്തും ഒരു സ്ട്രാൻഡ് ഉണ്ട്.
അതുപോലെ തന്നെ ആ സ്ട്രാൻഡിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് നേരെ ഓപ്പോസിറ്റ് ആണ്, അതായത് തല കീഴായിട്ടാണ് ഈ കിടക്കുന്നത്. ഈ ഷുഗറും ഫോസ്ഫേറ്റും തല കീഴായിട്ടാണ് നടക്കുന്നത്. അത് അത്രയും നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനുള്ളൂ. അതായത് ഇത് ഈ ഭാഗത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇത് നോക്കിയാട്ടെ, ഈ ഷുഗർ ഇതൊക്കെ തല കീഴായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്ട്രാൻഡില് ഷുഗറും ഫോസ്ഫേറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഷുഗറും ഫോസ്ഫേറ്റും ചേർന്ന് രണ്ടാമത്തെ സ്ട്രാൻഡായി. ഇനി നടുവിൽ കാണുന്ന പടികൾ, ഈ പടികൾ കാണുന്നില്ലേ, രണ്ട് പീസായിട്ടല്ലേ കാണുന്നത്. അപ്പൊ ഇതിലെ ഒരു നൈട്രജൻ ബേസിന്റെ പീസും ഈ ന്യൂക്ലിയോടൈഡിലെ ഒരു നൈട്രജൻ ബേസിന്റെ പീസും ചേർന്നിട്ടാണ്, അതായത് ഇത് ഫസ്റ്റ് സ്ട്രാൻഡ്, അതായത് ഷുഗറും ഫോസ്ഫേറ്റും ചേർന്ന് മറ്റേ ഈ നൈട്രജൻ ബേസ് ഇങ്ങനെ പീസായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ സ്ട്രാൻഡ് ഇങ്ങനെ പീസായിട്ട് നിൽക്കുന്നത്, ഇങ്ങനെ പീസായിട്ട്. അപ്പൊ ഇതിങ്ങനെ ബോണ്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് സ്ട്രാൻഡ് ബോണ്ട് ചെയ്ത് നിൽക്കണം, എന്നാലല്ലേ പടികളാവും. അതായത് ഇതിങ്ങനെ കഷ്ണായിട്ടാണ് നിൽക്കുന്നത്, രണ്ട് ന്യൂക്ലിയോടൈഡുകൾ, അതായത് ഇത് രണ്ടും സ്ട്രാൻഡുകളും. അപ്പൊ ഇത് പടിയാവേണ്ടക്ക് എന്ത് വേണം, ഈ രണ്ട് നൈട്രജൻ ബേസസും തമ്മിൽ ബോണ്ട് ചെയ്ത് നിൽക്കണം. അപ്പൊ ആ ബോണ്ടിന്റെ പ്രത്യേകതയാണ് ഇനി പറയുന്നത്. ആദ്യം അതിനു മുമ്പ് നമുക്ക് നൈട്രജൻ ബേസിന്റെ പ്രത്യേകത പറയാം. അതായത് നൈട്രജൻ ബേസിൽ ഓരോ ലെറ്റർ കാണുന്നില്ലേ, GCAT എന്നൊക്കെ എഴുതിയിട്ട് കാണുന്നില്ല. അതായത് 4 നൈട്രജൻ ബേസുകളെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് 4 നൈട്രജൻ ബേസസ് ബോണ്ട് ചെയ്ത്, അതായത് ഒരു DNA എടുക്കുകയാണെങ്കിൽ അതിന് 4 ടൈപ്പ് നൈട്രജൻ ബേസസ് ഉണ്ട്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറഞ്ഞ് 4 ടൈപ്പ് എന്തുണ്ട്, നൈട്രജൻ ബേസസ് ഉണ്ട്. അപ്പോ ഈ നൈട്രജൻ ബേസസ് തമ്മിൽ പരസ്പരം ബോണ്ട് ചെയ്തിട്ടാണ് എന്ത് കിടക്കുന്നത്, നമ്മുടെ ഈ റങ്സ് ഉണ്ടാവുന്നത്. അതായത് ഷുഗറും ഫോസ്ഫേറ്റും ചേർന്ന് നമ്മുടെ സ്ട്രാൻഡ് അഥവാ ഇഴ ഉണ്ടാവുന്നു. ഈ നൈട്രജൻ ബേസസ് തമ്മിൽ, ഇതിന്റെ ഈ ന്യൂക്ലിയോടൈഡിന്റെ ഈ നൈട്രജൻ ബേസ് മറ്റേ ന്യൂക്ലിയോടൈഡിന്റെ ഈ ബേസും ചേർന്ന് ബോണ്ട് ചെയ്തിട്ടാണ് നമ്മുടെ റങ്സ് ഉണ്ടാവുന്നത്. അതായത് പെയറിംഗ് ഓഫ്, അതായത് ഈ നൈട്രജൻ ബേസസിന്റെയും പെയറിംഗ് കൊണ്ടാണ്, അതായത് ഇങ്ങനെ ബോണ്ട് ചെയ്ത് നിൽക്കുക, അതായത് ഹൈഡ്രജൻ ബോണ്ടാണ് അവർ തമ്മിലുള്ളത്. അപ്പൊ ആ ബോണ്ട് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, അതായത് നൈട്രജൻ ബേസസിന്റെ പെയർ ചെയ്തിട്ടുണ്ട് എന്തുണ്ടാവുന്നു, റങ്സ് ഉണ്ടാവുന്നു. ഇത്രയും ഭാഗം ഓക്കെ അല്ലേ? അതായത് നമ്മുടെ ന്യൂക്ലിയോടൈഡ് കൊണ്ടാണ് നമ്മുടെ DNA ഉണ്ടാവുന്നത്. ആ ടൈഡ് എന്ന് പറയുന്നത് ഷുഗറും ഫോസ്ഫേറ്റും നൈട്രജൻ ബേസും ചേർന്നാണ്. ആ ഷുഗറും ഫോസ്ഫേറ്റും ചേർന്ന ഭാഗം സ്ട്രാൻഡുകളും നൈട്രജൻ ബേസസ് ചേർന്ന ഭാഗം അതിന്റെ റങ്സ് ആയിട്ടും പടികളായിട്ടുമാണ് ഉള്ളത്. അപ്പോ ഈ നൈട്രജൻ ബേസസിന്റെ പെയറിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ട് ഡബിൾ ബോണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ സൈറ്റോസിൻ എപ്പോഴും ഗ്വാനിനുമായിട്ട് ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. ഇത് ഇത്രയാണ് ഇവിടെ പഠിക്കാനുള്ളത്. അതായത് അല്ലെങ്കിൽ തൈമിനെപ്പോഴും അഡിനുമായിട്ടും, അല്ലെങ്കിൽ സൈറ്റോസൈൻ ഗ്വാനിനായിട്ടും, ഗ്വാനിനെപ്പോഴും സൈറ്റോസൈനുമായിട്ടാണ് ബോണ്ട് ചെയ്യുക. ഇത്രയായാല് നമ്മുടെ DNA എന്താണ്, DNAയുടെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് DNAക്ക് ഡബിൾ സ്ട്രാൻഡ് ഉണ്ട്, അതിന്റെ റങ്സ് ഉണ്ട്. സ്ട്രാൻഡ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, റങ്സ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, 4 ടൈപ്പ് നൈട്രജൻ ബേസസ് ഉണ്ട്, അവയുടെ പെയറിംഗ് കൊണ്ടാണ് പടികൾ ഉണ്ടാവുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതായത് ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ് ആണ് ഇതിന്റെ ഫുൾ ഫോം. ഇത്രയും കാര്യം നമ്മൾ DNA കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് ഇവിടെ ഒരു വർക്ക്ഷീറ്റ് ഉണ്ട്, അത് നോക്കാം. അതായത് നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ DNA, അതാ ഇപ്പൊ പറഞ്ഞത്. ഇത് എത്ര സ്ട്രാൻഡുകളാണുള്ളത്, 2 സ്ട്രാൻഡുകൾ അല്ലെ. ഈ രണ്ട് ഇഴകൾ ചേർന്നിട്ടാണ് പിന്നെ DNA ഉണ്ടാകുന്ന പറഞ്ഞതാ. ഇതാണ് ഈ സ്ട്രാൻഡ്. അപ്പൊ എത്ര സ്ട്രാൻഡ് ഉണ്ട് ചോദിച്ചാല് 2 സ്ട്രാൻഡ്. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ DNA എന്ന് പറഞ്ഞാൽ എത്രയാ, 2 സ്ട്രാൻഡുകൾ ഉണ്ട്. മോളിക്യൂൾ യൂസ്ഡ് ടു മേക്ക് സ്ട്രാൻഡ്, ആ സ്ട്രാൻഡ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതായത് 2 ഭാഗത്തെ ഈ ഭാഗത്തുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ന്യൂക്ലിയോടൈഡിന്റെ ഷുഗറും ഫോസ്ഫേറ്റും ചേർന്ന ഭാഗം. ഏത് ന്യൂക്ലിയോടൈഡിന്റെ ഷുഗറും ഫോസ്ഫേറ്റും ചേർന്ന ഭാഗമാണ് ഏത്, സ്ട്രാൻഡ്. ഷുഗറും ഫോസ്ഫേറ്റും ഗ്രൂപ്പും ചേർന്ന്, ഷുഗറിന്റെ എന്ന പ്രത്യേകത ഡിയോക്സി റൈബോ ഷുഗർ ആണ്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ചേർന്ന് നമ്മുടെ സ്ട്രാൻഡായി. ഇനി മോളിക്യൂൾ യൂസ് ടു മേക്ക് റങ്സ്, അതായത് ആ നടുവിലെ പടികൾ നിർമ്മിക്കാൻ ഏത് മോളിക്യൂളാണ് യൂസ് ചെയ്തത്, അതായത് ഈ ന്യൂക്ലിയോടൈഡിന്റെ ഷുഗറും ഫോസ്ഫേറ്റും സ്ട്രാൻഡിലേക്ക് പോയി, ബാക്കിയുള്ളത് ഏതാ, നൈട്രജൻ ബേസ്. ആ നൈട്രജൻ ബേസസ് ആണ് ഏത്, നമ്മുടെ മോളിക്യൂൾ യൂസ് ടു മേക്ക് റങ്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാന്ന് ചോദിച്ചാല് നൈട്രജൻ ബേസസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസസ് ആണ്, അതായത് 4 ടൈപ്പ് നൈട്രജൻ ബേസ് ഉണ്ട് നമ്മുടെ DNA എന്ന് പറഞ്ഞില്ലേ. ഏതൊക്കെയാണ്, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഇങ്ങനെ 4 ടൈപ്പ്
നൈട്രജൻ ബേസസ് ആണുള്ളത്. ഇനി എന്താ ഫോർമേഷൻ ഓഫ് റങ്സ്. എങ്ങനെയാണ് റങ്സ് ഉണ്ടാവുന്നത്? അതാണ് പറഞ്ഞ ആ പടികൾ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാ? പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസസ് ഉണ്ടാകുന്നത്. നൈട്രജൻ ബേസുകൾ തമ്മിൽ ബോണ്ട് ചെയ്തിട്ടല്ലേ ഈ റങ്സ് ഉണ്ടാവുന്നത്. അതാണ് ഇവിടെ ചോദിച്ചത്. അതായത് ഫോർമേഷൻ എങ്ങനെയാണ് ഈ റങ്സ്, അതായത് രണ്ട് നൈട്രജൻ ബേസ് ഇങ്ങനെ അടുത്തല്ലാതെ ഇങ്ങനെ വേറിട്ടിട്ടാണ് നിൽക്കുക. അപ്പൊ അതിങ്ങനെ ബോണ്ട് ചെയ്യുമ്പോൾ അതെന്താവുക? പടികളായി മാറുക. അപ്പൊ എന്തോ ഫോർമേഷൻ ഓഫ് റങ്സ് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാ? പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസസ്. അതായത് നൈട്രജൻ ബേസുകൾ ജോഡി ചേരുമ്പോഴാണ്, ജോഡി ചെയ്തിട്ടാണ് എന്താവുന്നത്? നമ്മുടെ റങ്സ് ഉണ്ടാകുന്നത്. ഇനി മോഡ് ഓഫ് നൈട്രജൻ ബേസ് പെയറിംഗ്. അതായത് നൈട്രജൻ ബേസ് പെയർ ചെയ്യുന്ന മോഡ് എന്താ? അതായത് നൈട്രജൻ ബേസ് പെയർ ചെയ്യുന്ന മോഡ് വെച്ചാൽ അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ട്, അതായത് ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പൊ അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടും ഗ്വാനിൻ എപ്പോഴും സൈറ്റോസൈനുമായിട്ടും ഉണ്ടാവും. അതായത് ഗ്വാനിന്റെ സൈറ്റോസിന്റെ ട്രിപ്പിൾ ബോണ്ടും അഡിനിന്റെയും തൈമിന്റെ എന്തായിരിക്കും? ഡബിൾ ബോണ്ട്. അതായത് ആ രണ്ട് ലൈന് കാണുന്നില്ലേ? ഈ ലൈൻ ഇവിടെ കാണുന്നില്ലേ? ഈ ലൈന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഗ്വാനിന്റെ സൈറ്റോസിന്റെ 3 ലൈൻ ഉണ്ട്. അത് ട്രിപ്പിൾ ബോണ്ടും അഡിനിന്റെയും തൈമിന്റെയും ഡബിൾ ബോണ്ട്. അത് തൈമിനും അഡിനിനും അങ്ങനെ തിരിച്ചിട്ടും ഉണ്ടാവും. കാണുന്നില്ലേ? അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ അങ്ങനെ തിരിച്ചിട്ടായാലും അവർ തമ്മിലാണ് ബോണ്ട് ഉണ്ടാവുക. ഓക്കെ. ഇനി മോളിക്യൂൾസ് ഇൻ എ ന്യൂക്ലിയോടൈഡ്. അതായത് ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ ഏതാ? അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. ന്യൂക്ലിയോടൈഡ് എന്താണെന്ന്? ഷുഗർ, ഫോസ്ഫേറ്റ് ആൻഡ് നൈട്രജൻ ബേസ്. ഷുഗറും ഫോസ്ഫേറ്റും നൈട്രജൻ ബേസും ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഷുഗർ, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ്. ഇത് ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ന്യൂക്ലിയോടൈഡ് ഉണ്ടാകുന്നത്. ആ ഷുഗറിന് എന്ന പ്രത്യേകത ഡിയോക്സി റൈബോ ഷുഗർ ആണ്. ഇത്രയും ഭാഗമൊക്കെ അല്ല. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ജീൻ എഡിറ്റിംഗ് പഠിച്ചു, സ്ട്രക്ചർ, DNA ലൊക്കേഷൻ പഠിച്ചു, DNA സ്ട്രക്ചർ പഠിച്ചു, DNA സ്ട്രക്ചർ ആരൊക്കെയാണ് കണ്ടുപിടിച്ചതെന്ന് പഠിച്ചു. ഇത്രയും കാര്യം ഒക്കെ ആയാലും നമുക്ക് എന്തോ അടുത്തതിലേക്ക് പോവാം. അതായത് ഈ DNA എന്ന് പറയുന്നത് ഈ നമ്മുടെ എത്ര ക്രോമസോമുകളാണ് നമുക്കുള്ളത്? അതായത് ഒരു സെൽ എടുത്താൽ എത്ര ക്രോമസോംസാ ഉള്ളത്? അതായത് നമ്മുടെ ഒരു സെല്ലുണ്ട്, സെല്ലിന്റെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിനുള്ളിലാണ് ക്രോമസോം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എത്ര കോശം ഉള്ളത്? ട്രില്യൺസ് ഓഫ്, ഒരുപാട്, എത്രയും ഉണ്ട്, ദശലക്ഷക്കണക്കിന് എന്തുണ്ട്? കോശങ്ങളുണ്ട്. അതിൽ ഒരു കോശം എടുത്താൽ, ഒരു സെല്ലെടുത്താൽ എന്തുണ്ട്? അതിൽ 46 ക്രോമസോമാണ് ഒരു സെല്ലിലുള്ളത്. അപ്പൊ ആ സെല്ലിന്റെ ഉള്ളിലാണ് ഇത് നമ്മുടെ DNA ഉള്ളത്. അത് നമ്മൾ പഠിച്ചില്ല. ആ സെല്ലിന്റെ ഉള്ളിലാണ് DNA ഇങ്ങനെ കോയിൽ ചെയ്തിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു സെല്ലെടുത്താൽ, അതായത് ഒരു ക്രോമസോം എടുത്താല്, നമ്മളിവിടെ കാണിച്ചുതരാം. ഇത് ഇങ്ങനെ ഒരു ക്രോമസോം എടുക്കുക. ഈ ഒരു ക്രോമസോം എടുത്താല് ഇവിടെ കാണിച്ചുതരാം. അതായത് ഇത് നമ്മളൊരു ക്രോമസോമിന് ഇങ്ങനെ ഒരു ക്രോമസോമിന് എടുത്താല് ഈ ക്രോമസോമിൽ ഇങ്ങനെ കോയിൽ ചെയ്തിട്ടാണ് എന്ത് കിടക്കുന്നത്? നമ്മുടെ DNA കിടക്കുന്നത്. അപ്പൊ ആ ഒരു DNA എടുക്കുകയാണെങ്കിൽ അതായത് ഒരു ക്രോമസോം എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര ലെങ്ത് ഉള്ള DNA ഉണ്ടാവുന്ന നമുക്ക് നോക്കേണ്ടത്. അതായത് ഇതുപോലുള്ള എത്ര 46 ക്രോമസോമാണുള്ളത് ഒരു ന്യൂക്ലിയസിൽ. ഒരു ക്രോമസോമിനെ എടുത്താൽ അത് എത്രമാത്രം വലുപ്പമുണ്ട്, എത്രമാത്രം ലെങ്ത് ഉണ്ട്, സൈസ് ഓഫ് DNA ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഒരു DNAയുടെ വലുപ്പം, അതായത് ഒരു ക്രോമസോമുള്ള DNAയുടെ വലുപ്പം, അതായത് ഇങ്ങനെയുള്ള ഒരു ക്രോമസോം എടുത്താൽ ഈ DNAയിൽ കോയിൽ ചെയ്ത് നിൽക്കുന്ന DNAയുടെ വലുപ്പം എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ അഥവാ 2 ഇഞ്ചാണ്. അതായത് ഒരു ക്രോമസോം എടുത്താൽ, ഒരു സെല്ലില് ഒരു ക്രോമസോം എടുത്താൽ 5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള എന്തുണ്ട്? DNA ഉണ്ട്. ഇതുപോലുള്ള 46 ക്രോമസോം എടുത്താൽ എന്തായിരിക്കും? അത് 2 മീറ്റർ ലെങ്ത് ഉണ്ടാവും. അതായത് ഒരു സെല്ലില് 46 എണ്ണം ഇല്ല. അപ്പൊ ഒരു ക്രോമസോമില് 5 സെന്റിമീറ്റർ ആണെങ്കിൽ
അതായത് 46 ക്രോമസോമും ചേർന്നാണ് ഒരു സെല്ല്. ഒരു സെല്ല് എടുത്താൽ എത്ര ഉണ്ടാവും? 2 മീറ്റർ, അതായത് 2 മീറ്റർ ലെങ്ത് ആണ് ഉണ്ടാവുക. അതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. സൈസ് ഓഫ് DNA എടുക്കാം. അതായത് സൈസ് ഓഫ് DNA എടുക്കുകയാണെങ്കിൽ ദ DNA in each chromosome is about 2 inches. അതായത് ഒരു ക്രോമസോമിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ക്രോമസോം എടുത്താൽ 5 സെന്റിമീറ്റർ ലോങ് ആണ് ഉണ്ടാവുക. If DNA has 46 DNA ഉണ്ട്, എന്തിന് അല്ല ക്രോമസോം ഉണ്ട് ഒരു DNA അത് ജോയിൻ ചെയ്ത് എത്രയാവും? 2 മീറ്റർ അഥവാ അത്ര 6 ഫീറ്റ് ലെങ്ത് ആണ് ഉണ്ടാവുക. അതായത് ഒരു സെല്ല് എടുത്താൽ ഒരു ക്രോമസോമിൽ 5 സെന്റിമീറ്റർ, ഒരു സെല്ല് എടുത്താൽ ഒരു സെല്ല് എന്ന് പറഞ്ഞാൽ 46 ക്രോമസോം ഉണ്ടാവും, അപ്പോ 2 മീറ്റർ ലെങ്ത് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തില് ട്രില്യൺസ് ഓഫ് സെൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതായത് ദശലക്ഷക്കണക്കിന് നമ്മുടെ സെല്ലുണ്ട്. അപ്പൊ ഒരാളുടെ ഇതെടുക്കുകയാണെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡി, ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവും എത്രയുണ്ടാവും? 67 ബില്യൺ മൈൽസ് ലെങ്ത് ഉള്ള DNA ആണ് ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ DNA വലിപ്പം എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് DNA ഓരോ ക്രോമസോമിലെയും DNAക്ക് ഏകദേശം 2 ഇഞ്ച് അഥവാ 5 സെന്റിമീറ്റർ നീളം ഉണ്ടാവും. ഒരു മനുഷ്യകോശത്തിലെ 46 ക്രോമസോമുകളിലെയും DNAകൾ ചേർന്നാൽ ഏകദേശം 6 അടി അഥവാ എത്ര 2 മീറ്റർ ലെങ്ത് ഉണ്ടാവും. അതായത് ഒരു ശരീരത്തിൽ എത്രയുണ്ട്? മനുഷ്യ ശരീരത്തില് 1,00,000 കോടി, അതായത് ട്രില്യൺസ് ഓഫ് എന്തുണ്ട്? കോശങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ മനുഷ്യ ശരീരം എടുത്താൽ ഏകദേശം എത്രയുണ്ടാവും? 67 ബില്യൺ മൈൽ. 67 ബില്യൺ മൈൽ എന്ത് ലെങ്ത് ഉണ്ടാവും നമ്മുടെ DNAക്ക്. അതുപോലെ തന്നെ ഈ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ഒരു മനുഷ്യ ശരീരത്തിലുള്ള DNA ലെങ്ത് എടുത്താല് അത് നമ്മുടെ ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാനുള്ള എന്തുണ്ട്? അത്രയും ലെങ്ത് ഉണ്ട്. അതായത് 2 മില്യൺ തവണ എന്ത് ചെയ്യാണ്ട് നമ്മുടെ ഭൂമിയെ ചുറ്റാനുള്ള അത്രയും ലെങ്ത് ഉണ്ട് നമ്മുടെ ഒരു DNA, മനുഷ്യ ശരീരത്തിലെ DNAക്ക്. ഒരു ക്രോമസോമിൽ 5 സെന്റിമീറ്റർ, ഒരു സെല്ല് എടുക്കുകയാണെങ്കിൽ എത്ര? 2 മീറ്റർ. ഒരു നമ്മുടെ മനുഷ്യ ശരീരം മൊത്തം എടുക്കുകയാണെങ്കിൽ 67 മില്യൺ. ഇതൊക്കെ അത് നമ്മുടെ ഭൂമി എത്ര? 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ അത്രയും ലെങ്ത് ഉണ്ട്. ഇത്രയാണ് നമ്മൾ DNA കുറിച്ച് പഠിച്ചത്. ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത്? അതായത് DNA ഇങ്ങനെ ക്രോമസോമിൽ കോയിൽ ചെയ്തിട്ടാണ് കിടക്കുന്നത് പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് ഈ ക്രോമസോമിനെ എടുത്ത് നോക്കാം. ഒരു ക്രോമസോമിന് സെപ്പറേറ്റ് എടുത്തിട്ട് ഈ ക്രോമസോമിൽ എങ്ങനെയാണ് ഈ DNA കോയിൽ ചെയ്ത് നിൽക്കുന്നതെന്നാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ അടുത്തത് ക്രോമസോമിലേക്ക് പോവാം. അപ്പോ സ്ട്രക്ചർ ഓഫ് ക്രോമസോം. DNA and histone proteins are the primary components of chromosome. അതായത് നമ്മുടെ ക്രോമസോം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ക്രോമസോം എന്ന് പറയുന്നത് ഹിസ്റ്റോൺ പ്രോട്ടീനും DNA ചേർന്നിട്ടാണ്. അതായത് DNA മാത്രമല്ല. അപ്പൊ നമ്മൾ DNA കോയിൽ ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ DNA ഒന്നിച്ച് ആരുണ്ട്? DNA ഒന്നിച്ച് നമ്മുടെ ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. DNA അതായത് നമ്മൾ ഒരു ഹിസ്റ്റോൺ പ്രോട്ടീനെ എടുത്താല് ഇതാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒറ്റയ്ക്കല്ല നിൽക്കുക. ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഇങ്ങനെ ഹിസ്റ്റോൺ 1 2 3 4 5 6 7 8 അങ്ങനെ ഈ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ എപ്പോൾ എന്താ ഒരുമിച്ചാണ് നിൽക്കുക. ഈ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകളും ചേർന്ന് ഇങ്ങനെ ഒന്നിച്ച് നിൽക്കും. അതിനെ നമ്മൾ എന്ത് പറയും? ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയും. ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയും. നമ്മൾ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകളും DNAയും ചേർന്നിട്ടാണ് നമ്മുടെ ക്രോമസോം ഉണ്ടാകുന്നത്. ഈ ഹിസ്റ്റോൺ പ്രോട്ടീനുകള് 8 എണ്ണം ഒന്നിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകളും ചേർന്നിട്ട് നമ്മൾ അതിനെ എന്ത് പറയും? ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയും. ആ ഹിസ്റ്റോൺ ഒക്ടാമറിന് ഇതാണ് നമ്മുടെ DNA ഉണ്ട്. ഈ DNA ഇങ്ങനെ ചുറ്റിയിട്ട് നിൽക്കുകയാണ്. ഈ ഹിസ്റ്റോൺ ഒക്ടാമർ ഇങ്ങനെ ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ ഈ DNA വൈൻഡ് ചെയ്യുമ്പോൾ എന്തായി? അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോസോം.
അതായത് ഈ ഹിസ്റ്റോൺ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ചേർന്നാൽ ഹിസ്റ്റോൺ ഒക്ടാമർ ആകും. ആ ഹിസ്റ്റോൺ ഒക്ടാമറിനെ ഈ DNA ബൈൻഡ് ചെയ്യുമ്പോൾ ഈ DNA ഇങ്ങനെ ചുറ്റുമ്പോൾ എന്താവും? ന്യൂക്ലിയോസോംസ് ആവും. ഈ ന്യൂക്ലിയോസോംസുകൾ ഇങ്ങനെ കോയിൽ ചെയ്യും. ഈ കോയിൽ ചെയ്ത ന്യൂക്ലിയോസോംസ് ഇല്ലേ, ഈ കോയിൽ ചെയ്ത ന്യൂക്ലിയോസോംസ് എന്താവും? വീണ്ടും ഇങ്ങനെ റീകോയിൽ ചെയ്യും. ഇതുണ്ട്, ഇതിങ്ങനെ ചെയ്തത് ഇങ്ങനെ കോയിൽ ചെയ്തിട്ടാണ് നമ്മുടെ ന്യൂക്ലിയോസോംസ് ഉള്ളത്. അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ കോയിൽ ചെയ്ത് റീകോയിൽ ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ DNA നമ്മുടെ ക്രോമസോം ഉണ്ടാകുന്നത്. ഇത്രയും ഓക്കെ അല്ലേ? അതായത് ആദ്യം ഹിസ്റ്റോൺ പ്രോട്ടീനും DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീനുകളുമാണ് മുഖ്യമായിട്ടും ക്രോമസോം. അതായത് ക്രോമസോമിൽ നിർമ്മിച്ചിരിക്കുന്നത് ഈ DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീനും ചേർന്നാണ്. 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്നിട്ട് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാകുന്നു. ഈ ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്തിട്ടാണ്, അതായത് ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ ഈ DNA ഇങ്ങനെ വലയം ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ന്യൂക്ലിയോസോംസ് ഉണ്ടാകുന്നത്. ആ ന്യൂക്ലിയോസോംസ് ആദ്യം കോയിൽ ചെയ്യുന്നു, അത് വീണ്ടും ഇങ്ങനെ റീകോയിൽ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ക്രോമസോം ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് ഈ ക്രോമസോമിൽ DNA ഇങ്ങനെ കോയിൽ ചെയ്ത് കിടക്കുന്നത്. മനസ്സിലായില്ലേ? ഇത്രയും ഭാഗമാണ് നമ്മള് ഈ ക്രോമസോമിനെ പറ്റി. അതായത് DNA and histone protein ആർ ദ പ്രൈമറി കമ്പോണൻസ് ഓഫ് ക്രോമസോം. അതായത് ക്രോമസോമിന്റെ പ്രൈമറി കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താ? ഈ ഹിസ്റ്റോൺ പ്രോട്ടീനും DNA-യും ചേർന്ന്. അതായത് ഈ ഹിസ്റ്റോൺ പ്രോട്ടീനും DNA-യും ആണ് നമ്മുടെ ക്രോമസോമിന്റെ പ്രൈമറി കമ്പോണന്റ്. അതായത് ഈ ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ 8 എണ്ണമായിട്ടാണ് നിൽക്കുന്നത്. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ജോയിൻ ടുഗദർ ഫോം എ ഹിസ്റ്റോൺ ഒക്ടാമർ. അതായത് 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഒന്നിച്ചു ചേർന്നിട്ട് ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാവുന്നു. ആ ഹിസ്റ്റോൺ ഒക്ടാമറിനെ നമ്മുടെ DNA ബൈൻഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? നമ്മുടെ ന്യൂക്ലിയോസോം ഉണ്ടാവുന്നു. അപ്പൊ ഈ ന്യൂക്ലിയോസോമുകൾ ഇങ്ങനെ കോയിൽ ചെയ്തിട്ടാണ് നമ്മുടെ ക്രോമസോം ഉണ്ടാകുന്നതെന്നും പറയാം അല്ലെ? അതായത് ഹിസ്റ്റോൺ പ്രോട്ടീനുകള് ഹിസ്റ്റോൺ ഒക്ടാമർ ആവുന്നു. ആ ഹിസ്റ്റോൺ ഒക്ടാമർ ചേർന്ന് ന്യൂക്ലിയോസോം ആവുന്നു. അപ്പൊ ആ ന്യൂക്ലിയോസോംസ് കോയിൽ ചെയ്തിട്ടാണ് ഈ നമ്മുടെ ക്രോമസോം ഉണ്ടാകുന്നതും പറയാം. അതായത് DNA strands bind around the octamer to form structure called nucleosome. The chromosomes are formed by packing and coiling numerous nucleosomes and recoiling the chains of nucleosomes. Chromatids are the parts of chromosome which are connected by the means of centromere. അങ്ങനെ ഒരു കാര്യം പറയണ്ടല്ലോ. അതായത് ക്രോമാറ്റിഡ്, അതായത് നമുക്ക് ഒരു ക്രോമസോം എടുത്താല് ഇതാ ഈ കാണുന്ന ഒരു ക്രോമസോം എടുത്താൽ ഈ ക്രോമസോമിന്റെ ഈ ഓരോരോ ഭാഗവും കാണുന്നില്ലേ, അതിനെയാണ് നമ്മൾ ക്രോമാറ്റിഡ് എന്ന് പറയാം. ഈ കാണുന്ന ഭാഗമാണ് ക്രോമാറ്റിഡ്. ഈ ക്രോമാറ്റിഡുകൾ ഇങ്ങനെ സെന്ററിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗമില്ലേ, അതിനെയാണ് നമ്മൾ സെൻട്രോമിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താ ക്രോമസോംസ് ആർ ദ chromatids are the parts of chromosome which are connected by means of centromere. ഈ ക്രോമാറ്റിഡ് ഏതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? സെൻട്രോമിയർ. അതായത് നമ്മൾ ഈ ക്രോമസോം ഈ ഒരു ഫോമിലല്ല ആദ്യം ഉണ്ടാവുക. അതായത് നമ്മള് സെല്ലിന്റെ ഉള്ളില് അതായത് ഒരു സെല്ലിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലേ. സെല്ലിന്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് നമ്മൾ ക്രോമസോം എന്ന് പറഞ്ഞു. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ക്രോമസോം എന്ന് പറഞ്ഞു. പക്ഷെ ഈ ക്രോമസോം ഈ ഒരു ഷേപ്പ് ആവുന്നത് ഈ സെൽ ഡിവിഷന്റെ സമയത്താണ്. അതിനു മുൻപ് നോർമൽ ഫോം, അതായത് നമ്മൾ ഈ ക്രോമസോമിന്റെ നോർമൽ ഫോം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കോയിൽ ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഫ്രീ ആയിട്ടാണ് എന്തുണ്ടാവുക? നമ്മുടെ ക്രോമസോം ഉണ്ടാവുക. ഈ ക്രോമസോം ഈ ഒരു ഷേപ്പ്, ഈ ക്രോമസോമിന്റെ നോൺ കോയിൽഡ്, അധികം കോയിൽ ചെയ്യാണ്ട് ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെയാണ് എന്തുണ്ടാവുക? ഈ DNA ഉണ്ടാവുക. ഈ സെൽ ഡിവിഷന്റെ സമയത്താണ് എന്താവുന്നത്? അതായത് ഈ DNA ഈ ക്രോമസോമിൽ ഇങ്ങനെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത് എപ്പോഴാ? അതായത് ഫസ്റ്റ് നമ്മുടെ ന്യൂക്ലിയസില്, അതായത്
ഫസ്റ്റ് ഇത് സെല്ലാണെങ്കിൽ സെല്ലിന്റെ ഉള്ളിൽ എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിൽ ഇങ്ങനെ കോയിൽ ചെയ്യാണ്ടാണ് നമ്മുടെ DNA ഉണ്ടാവുക. അത് സെൽ ഡിവിഷന്റെ സമയത്താണ് ഈ നമ്മുടെ ക്രോമസോമിനുള്ളിൽ കോയിൽ ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഈ ആദ്യം ഈ കോയിൽ ചെയ്ത് ക്രോമസോമിന്റെ രൂപത്തിലല്ലാത്ത DNA നമ്മൾ എന്താ പറയും, അതായത് ഈ ഈ കോയിൽ ചെയ്ത് നിൽക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താ പറയും, ക്രൊമാറ്റിൻ റെക്ടിക്യുലം എന്നാണ് പറയുന്നത്. അതായത് ക്രൊമാറ്റിൻ ജാലികയായിട്ടാണ് ഉള്ളത്. അതിന് ആ സെൽ ഡിവിഷന്റെ സമയത്താണ് എന്താവുക, ഇതിങ്ങനെ ക്രോമസോമിന്റെ രൂപത്തിലുണ്ടാവും. അതങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ള ക്രോമാറ്റിഡ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് ക്രോമസോമിന്റെ ഈ ഒരു ഭാഗമാണ്, അതായത് ക്രോമസോമിന്റെ ഈ ഒരു ഭാഗമാണ് ഇത്, ഈ കാണുന്ന 4 ഭാഗമാണ് ക്രോമാറ്റിഡ്. അതിനെ ഈ സെൻട്രോമിയറുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. അത്രയും നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ക്രോമസോം എന്ന് പഠിച്ചത്. അതായത് ക്രോമസോമിന്റെ പ്രൈമറി കമ്പോണന്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോൺ പ്രോട്ടീനും DNA ചേർന്നിട്ടാണ്. അതുപോലെ തന്നെ ആ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഒന്നിച്ച് ചേർന്ന് എന്തുണ്ടാവുന്നു, ഹിസ്റ്റോൺ ഒക്ടാമർ ആവുന്നു. ആ ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA ഇങ്ങനെ ബൈൻഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ന്യൂക്ലിയോസോംസ്. ആ ന്യൂക്ലിയോസോംസ് കോയിൽ ചെയ്തു, വീണ്ടും റീകോയിൽ ചെയ്തിട്ട് എന്തുണ്ടാവുന്നു, നമ്മുടെ ക്രോമസോം ഉണ്ടാവുന്നു. ക്രോമസോമിന് മുൻപ് എങ്ങനെയാണ്, അതിങ്ങനെ കോയിൽ ചെയ്യാതെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നതാണ് DNA. സെൽ ഡിവിഷന്റെ സമയത്താണ് നമ്മുടെ ഈ ക്രോമസോമിന്റെ ഈ ഒരു രൂപത്തിലായിട്ട്, അതായത് സെൽ ഡിവൈഡ് ചെയ്ത് ഒരുപാട് സെൽ ഉണ്ടാകുന്നില്ലേ, ആ സെൽ ഡിവിഷന്റെ സമയത്ത് മാത്രമാണ് നമ്മുടെ ക്രോമസോം ഈ ഷേപ്പിലായി മാറുന്നത്. ഇത്രയും ഭാഗം ഓക്കെ അല്ലേ? ഇത്രയും ഭാഗം ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത 2 ടൈപ്പ് ക്രോമസോം ഉണ്ട്, അതുകൂടി നോക്കാം. അതായത് 2 ടൈപ്സ് ഓഫ് ക്രോമസോം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് സൊമാറ്റിക് ക്രോമസോം ആൻഡ് സെക്സ് ക്രോമസോം. 2 types of somatic chromosome. These are the chromosomes that control physical characteristics. അതായത് സൊമാറ്റിക് ക്രോമസോം അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകൾ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? സ്വരൂപ ക്രോമസോമുകൾ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ശാരീരികമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളാണ് നിയന്ത്രിക്കുന്നത്. ഈ ക്രോമസോമുകൾ, സൊമാറ്റിക് ക്രോമസോമും ഉണ്ട്, എന്തുണ്ട്, സെക്സ് ക്രോമസോം. സൊമാറ്റിക് ക്രോമസോം അഥവാ സ്വരൂപ ക്രോമസോം, സെക്സ് ക്രോമസോം അല്ലെങ്കിൽ ലിംഗനിർണയ ക്രോമസോം. ഈ സൊമാറ്റിക് ക്രോമസോം, അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 46 ക്രോമസോംസ് ആണ് ഉള്ളത്. അതില് ആ 46 എണ്ണത്തില് 44 എണ്ണം എന്ത് വരും, അതായത് 22 പെയർ, അതായത് ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2 എണ്ണം അല്ലേ, അങ്ങനെയാണെങ്കിൽ 22 പെയർ എന്ന് പറയുമ്പോൾ എത്ര വരും, 44 എണ്ണം. അത് കഴിഞ്ഞ് 46 ആണ് മൊത്തം ഉള്ളത്, അതായത് 44 എണ്ണം, അതായത് 22 ജോഡി എന്ത് വന്നു, സൊമാറ്റിക് ക്രോമസോം അഥവാ സ്വരൂപ ക്രോമസോമിലേക്ക് വന്നു. ബാക്കിയുള്ള ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഇതിലേക്ക് വന്നു, സെക്സ് ക്രോമസോമിലേക്കും വന്നു. അപ്പൊ സൊമാറ്റിക് ക്രോമസോം, ദീസ് ആർ 22 പെയർ ഓഫ് സൊമാറ്റിക് ക്രോമസോം, എ പെയർ ഓഫ് ഐഡന്റിക്കൽ ക്രോമസോം ടുഗദർ ടു ഫോം ഹോമോലോഗസ് ക്രോമസോം. വൺ ഓഫ് ദീസ് ഇൻഹെറിറ്റഡ് ഫ്രം ദ മദർ ആൻഡ് ദ അതർ ഫ്രം ദ ഫാദർ. അപ്പൊ നമുക്ക് ആദ്യം സൊമാറ്റിക് ക്രോമസോമിനെ കുറിച്ച് നോക്കണ്ടേ. അതായത് ഈ കാണുന്നതാണ് നമ്മുടെ മൊത്തം ക്രോമസോം. നമ്മുടെ ബോഡിയിൽ എത്ര 46 ക്രോമസോംസ് ആണ് ഉള്ളത്. അതായത് 23 പെയർ 23 പെയർ ക്രോമസോംസ് ആണ് ഉള്ളത്. ആ കാണുന്നതാണ് ഇത്. അതില് 44 എണ്ണാണ് ഇവിടെ കിടക്കുന്നത്. ഈ 46 എണ്ണത്തില് 44 അഥവാ 22 പേരാണ് സൊമാറ്റിക് ക്രോമസോം അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോം. ഇതൊക്കെ ഇങ്ങനെ ജോഡി ചേർന്നിട്ടാണ് നിൽക്കുന്നത് അല്ലെ. ഇതാ ഓരോരോ ക്രോമസോമും ഒരുപോലെ ജോഡി ചേർന്നിട്ടാണ് നിൽക്കുന്നത്. ഈ ജോഡി ചേർന്നിട്ട് നിൽക്കുന്നതില് ഈ ഓരോരോ ജോഡിയിലും ഓരോന്നെണ്ണം, അതായത് ഇതിങ്ങനെ ജോഡി ചേർന്നിട്ടല്ലേ ഉള്ളു. അപ്പൊ ഇതിൽ ഒന്ന് അച്ഛനിൽ നിന്നും ഒന്ന് അമ്മയിൽ നിന്നും കിട്ടിയതായിരിക്കും ഒരേപോലെയുള്ള. ഈ ഇതുപോലെയുള്ള ഒന്ന് തന്നെയാണ് ഏത്, അമ്മയിൽ നിന്നും കിട്ടുന്നത്.
ഇതും തമ്മിൽ ഡിഫറൻസ് ഇല്ല. അതായത് ഇതിന്റെ ഒരു ഭാഗം ഇതേപോലുള്ള അമ്മയിൽ നിന്ന് കിട്ടും. അതായത് ഇതൊന്നാണെങ്കിൽ ഇത് അച്ഛനിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ അതുപോലുള്ള ഒരു പേരാണ് എവിടുന്ന് കിട്ടുന്നത്? അമ്മയിൽ നിന്ന്. അതായത് ഈ സൊമാറ്റിക് ക്രോമസോം എടുത്താൽ, അതായത് സ്വരൂപ ക്രോമസോം എടുക്കുകയാണെങ്കിൽ അതില് ഈ ഒരുപോലുള്ള, അതായത് ഇതൊരുപോലുള്ളതാണ്, ഇതൊരുപോലെ അങ്ങനെ ഇത് ഓരോന്നും ഒരുപോലെ കാണുന്നില്ല. ഇതും ഡിഫറൻസ് ആണ്. പക്ഷെ ഓരോരോ പേരും ഓരോരോ ജോഡിയും ഒരുപോലെയാണ്. അങ്ങനെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു പെയറിനെ നമ്മൾ എന്ത് പറയും? ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയും. അതിനെന്ത് പറയും? ഹോമോലോഗസ് ക്രോമസോം അഥവാ എന്ത് പറയും? സമരൂപ ക്രോമസോം. ഈ ആകെ എത്രയുണ്ട്? 46 ഉണ്ട്. 46ല് 44 എണ്ണം സൊമാറ്റിക് ക്രോമസോം അഥവാ സ്വരൂപ ക്രോമസോം ആണ്. ആ സ്വരൂപ ക്രോമസോമിൽ തന്നെ 22 പേരായിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ ഒരുപോലെ നിൽക്കുന്ന ഓരോരോ പേരില്ലേ, ഇതാ ഈ കാണുന്ന ഈ ഒരുപോലെ നിൽക്കുന്ന ഈ ഓരോരോ പേരിനെ നമ്മൾ എന്ത് പറയും? ഹോമോലോഗസ് ക്രോമസോം. അതിന്റെ പ്രത്യേകത എന്നാ? അതായത് സമരൂപ ക്രോമസോം. ഹോമോലോഗസ് എന്ന് പറഞ്ഞാൽ സമരൂപ, അതായത് സമരൂപ കാണാൻ ഒരുപോലെയുള്ളത്. അതായത് ഇത് രണ്ടും ഒരുപോലെയാണ്, ഇത് രണ്ടും ഒരുപോലെയാണ്. അതായത് സൊമാറ്റിക് ക്രോമസോമില് ഒരുപോലെയുള്ള പെയറിനെ നമ്മൾ എന്ത് പറയും? ഹോമോലോഗസ് ക്രോമസോം. അത് ആ ഹോമോലോഗസ് ക്രോമസോമിൽ ഒന്ന് ഫാദറിൽ നിന്നും മറ്റൊന്ന് മദറിൽ നിന്നും, ഒന്ന് അച്ഛനിൽ നിന്നും ഒന്ന് അമ്മയിൽ നിന്നും ഒരുപോലത്തെ കിട്ടുന്നു. ഇതൊന്ന് അച്ഛനിൽ നിന്നായിട്ട് കിട്ടിയതെങ്കിൽ അതുപോലുള്ള ഒന്ന് ആരിൽ നിന്നും കിട്ടും? അമ്മയിൽ നിന്നും കിട്ടും. ഓക്കെ അല്ലേ? അതായത് ക്രോമസോംസ് 2 ടൈപ്പ് ഉണ്ട്: സൊമാറ്റിക് ക്രോമസോം ആൻഡ് സെക്സ് ക്രോമസോം. സൊമാറ്റിക് ക്രോമസോം, ഈ സ്വരൂപ ക്രോമസോം എന്ന് പറയുന്നത് 22 പേരാണ്, അതായത് 44 എണ്ണം. അതില് 22 ജോഡികളായി നിൽക്കുന്ന ആ ഒരുപോലുള്ള ഓരോരോ ജോഡിയെ നമ്മൾ എന്ത് പറയും? ഹോമോലോഗസ് ക്രോമസോം. അതിൽ ഓരോരോ പേരിൽ ഒന്ന് അച്ഛനിൽ നിന്നും ഒന്ന് അമ്മയിൽ നിന്നും കിട്ടുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് ഏത് നോക്കാം? സെക്സ് ക്രോമസോം അഥവാ ലിംഗനിർണയ ക്രോമസോം. അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാകുന്നുണ്ട്? ലിംഗനിർണയം എന്ന് പറയുമ്പോൾ തന്നെ കുട്ടി ആണാണോ പെണ്ണാണോ നമുക്ക് ഏതിൽ നിന്നാ മനസ്സിലാകുന്നത്? ഈ സെക്സ് ക്രോമസോമിൽ നിന്നാണ്. ഈ സെക്സ് ക്രോമസോമിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകും? കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം. അതായത് 2 ടൈപ്പ് സെക്സ് ക്രോമസോം ആണുള്ളത്. അതായത് XY ക്രോമസോം ആൻഡ് XX ക്രോമസോം. അതായത് ഈ 22 ജോഡി അഥവാ 44 സൊമാറ്റിക് ക്രോമസോമും ഇവിടെ എന്തുണ്ടാവും? XY ആണെങ്കിൽ, അതായത് ഒരു പേര് എന്ന് പറയുന്നില്ല, ഒരു പേര് 2 എണ്ണം ഒന്നിക്കൽ XY ആണെങ്കിൽ നമ്മൾ ഇതിനെന്ത് പറയും? മെയിൽ എന്ന് പറയും. ഇവിടെ അതായത് മൊത്തം 46 ആവണ്ടേ, ഇവിടെ 22 അല്ലേ ഉള്ളൂ. ഇതിൽ XX ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫീമെയിൽ ആണെന്നും പറയും. ഓക്കെ. അതായത് 22 കഴിഞ്ഞ് ബാക്കി 2 എണ്ണം, അതായത് 2 പേർ, 22 പേരും കഴിഞ്ഞ് ബാക്കി ഒരു പേര്, അതായത് 44 കഴിച്ച് ബാക്കി 2 എണ്ണം ഉള്ളതിൽ ഒന്നിക്കൽ അത് XY ആയിരിക്കും ആ 2 എണ്ണം, അല്ലെങ്കിൽ XX ആയിരിക്കും. XY ആയാൽ അതിനെ നമ്മൾ മെയിൽ എന്നും XX ആയാൽ നമ്മൾ അതിനെ ഫീമെയിൽ എന്നും പറയും. ഓക്കെ. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഈ നമ്മുടെ XY ക്രോമസോമിൽ എടുത്താൽ ഈ Y ക്രോമസോം എന്താണ്? ഈ X ക്രോമസോമിനേക്കാൾ സ്മോൾ ആണ്. അതായത് ഈ X ക്രോമസോമിനേക്കാൾ കുറച്ച് ചെറുതാണ് ഏത്? ഈ Y ക്രോമസോം. ഈ Y ക്രോമസോമിലുള്ള SRY ജീൻ, ഈ Y ക്രോമസോമിലുള്ള SRY ജീനാണ് നമ്മുടെ ടെസ്റ്റിസിന്റെ ഫോർമേഷന് കാരണമാകുന്നത്. അതായത് ഈ Y ക്രോമസോമുള്ള SRY ജീനാണ് ഈ ടെസ്റ്റിസ്, അതായത് നമ്മുടെ പിന്നെ കുട്ടി ആൺകുട്ടി ആവുമ്പോഴാണ് ടെസ്റ്റിസ്, അതായത് വൃഷണങ്ങൾ, അതായത് XY ആവുമ്പോഴല്ലേ മെയിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഈ വൈയിലാണ് SRY ജീന്, അതാണ് ടെസ്റ്റിസിന്റെ ഫോർമേഷന് കാരണമാകുന്നത്. ഓക്കെ. അതായത് Y ക്രോമസോം നമ്മുടെ സെക്സ് ക്രോമസോമിൽ വരുന്നതാണ്. അതായത് നമ്മുടെ സെക്സ് ഓർഗൻസിന്റെ രൂപീകരണത്തിന് ഏത് കാരണമാവുന്നു? ഈ Y ക്രോമസോം കാരണമാവുന്നു.
അതായത് വൈ ക്രോമസോമിലാണ് എന്തുള്ളത്, ഈ സെക്സ് ഓർഗാനായ ടെസ്റ്റിസിന്, അതായത് മെയിലിന്റെ സെക്സ് ഓർഗാനായ ടെസ്റ്റിസിന് കാരണമാകുന്നത് വൈ ക്രോമസോമുള്ള SRY ജീനാണ്. അതുകൊണ്ട് വൈ എന്തുകൊണ്ട് സെക്സ് ഓർഗന്റെ ഫോർമേഷന് കാരണമാകുന്നു. ഓക്കെ, നമുക്കിതൊന്ന് വായിക്കാം. സ്വരൂപ ക്രോമസോമുകൾ അഥവാ സൊമാറ്റിക് ക്രോമസോം എന്ന് പറയുന്നത് നമ്മുടെ അതായത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്, അതായത് ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളാണ്. അതായത് നമുക്ക് നമ്മുടെ രൂപവും ഇതെല്ലാം ഉണ്ടാകുന്നതിന് രൂപവും ഇത് പിന്നെ അച്ഛനെ പോലെ അമ്മയെ പോലെ വരുന്നില്ലേ, അതിനൊക്കെ കാരണം എന്താ, നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ഈ സ്വരൂപ ക്രോമസോമുകൾ കൊണ്ടാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അതിന്റെ ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളാണെന്ന് പറയാം. ഒരുപോലുള്ള രണ്ട് ക്രോമസോമുകൾ ചേർന്നാണ് സമരൂപ. അതായത് ഈ സ്വരൂപ ക്രോമസോമിൽ ഒരുപോലെയുള്ള ജോഡികളില്ലേ, 22 ജോഡിയിൽ ഓരോ ജോഡിയും എന്താ ഒരുപോലെ ഐഡന്റിക്കൽ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതിന് എന്ത് പറയും, ഹോമോലോഗസ് അല്ലെങ്കിൽ സമരൂപ ക്രോമസോം എന്ന് പറയും. ആ ഒരുപോലെയുള്ള ഇതിൽ ഒന്ന് അച്ഛനിൽ നിന്നും ഒന്ന് അമ്മയിൽ നിന്നും കിട്ടുന്നതാണ്. അത് പിന്നെ പറയുന്നത് ലിംഗനിർണയ ക്രോമസോമുകൾ അഥവാ സെക്സ് ഓർഗൻസ്. ലിംഗനിർണയത്തിന് കാരണമാകുന്ന ക്രോമസോമുകളാണ് ഇവ. 2 തരത്തിലുണ്ട്, അതായത് എക്സും ഉണ്ട് വൈയും ഉണ്ട്. വൈ ക്രോമസോമ എക്സ് ക്രോമസോമുകളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. വൈ ക്രോമസോമിലെ SRY ജീനാണ് ഭ്രൂണത്തിന്റെ വികസനത്തിന് കാരണമാകുന്നത്. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ നമ്മുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. അതായത് ജനിതക ഘടന ഫീമെയിലിന്റെയും മെയിലിന്റെയും ജനിതക ഘടന എങ്ങനെയാ നോക്കാം. അതായത് ആകെ 46 എണ്ണ ഉള്ളത്. അതിൽ 44 എന്തുണ്ട്, നമ്മുടെ സൊമാറ്റിക് ക്രോമസോം ആണ്. ബാക്കി 2 എണ്ണം എന്തായിട്ട് വരുന്നത്, സെക്സ് ക്രോമസോമാണ്, അതായത് ലിംഗനിർണയ ക്രോമസോം. അപ്പോ അത് സ്ത്രീ ആണെങ്കിൽ എന്തായിരിക്കും, 44ഉം ഒരു പ്ലസ് XX, അതായത് 44 സ്വരൂപ ക്രോമസോമും XX എന്ന് പറയുന്നത് ഒരു സെക്സ് ക്രോമസോം. XX എന്ന് പറയുന്നത് ഒരു രണ്ട് സെക്സ് ക്രോമസോമും ചേർന്ന് മൊത്തം എത്രയാവും, 46 ക്രോമസോംസ് ആവും. അതായത് 44 സൊമാറ്റിക് ക്രോമസോമും 2 സെക്സ് ക്രോമസോമും ചേർന്ന് അതാണ് നമ്മുടെ ഫീമെയിലിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ജനിതക ഘടന എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ പറയുന്നത് രണ്ടിലും എന്താണ് 46 ആണ്. നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോമും എന്താ, രണ്ടിലും സെയിം ആയിരിക്കും. സൊമാറ്റിക് ക്രോമസോമിൽ രണ്ടിലും പിന്നെ ഫീമെയിലായാലും മെയിലായാലും സൊമാറ്റിക് ക്രോമസോം ഇങ്ങനെ ഒരുപോലെയുള്ള ജോഡി ചെയ്തിട്ട് 22 പേരാണ് ഉണ്ടാവുക. ആ ലിംഗനിർണയ ക്രോമസോമിലുള്ള വ്യത്യാസമാണ് എന്ത്, നമ്മൾ മെയിലാണോ ഫീമെയിലാണെന്ന് നോക്കുന്നത്. അതായത് ഫീമെയിലാണെങ്കിൽ എന്തുണ്ടാവും, രണ്ടെണ്ണാണ് ഉണ്ടാവുക, അത് XX ആയിരിക്കും. മെയിലാണെങ്കിൽ 2 എണ്ണം തന്നെ ഉണ്ടാവുക, അത് XY ആയിരിക്കും. ഇത്രയും ഭാഗം ഓക്കെ അല്ലേ? അതായത് നമ്മുടെ ഇത് XY എന്ന് പറയുന്നത് അച്ഛൻ്റെത്, XX എന്ന് പറയുന്നത് അമ്മയുടേത്. അതായത് ഈ അച്ഛന്റെ എക്സും അമ്മയുടെ എക്സും ചേർന്നിട്ടാണെങ്കിൽ XX ഉണ്ടാവും, അതായത് ഏത്, ഫീമെയിൽ ആവും. ഓക്കെ, അതുപോലെ തന്നെ അച്ഛന്റെ വൈയും അമ്മയുടെ എക്സും ചേർന്നിട്ടാണ് എന്തുണ്ടാവും, XY ഉണ്ടാവും. അപ്പോൾ അതെന്താവും, മെയിലാവും. അപ്പൊ അച്ഛന്റെ ഈ വൈ ക്രോമസോം ആണ് എന്ത്, കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. എന്തുകൊണ്ടാ, അച്ഛന്റെ ഈ വൈ ക്രോമസോം ആണ് കുട്ടി ആണാണോ പെണ്ണാണോ തീരുമാനിക്കുന്നതെന്ന് പറയാനുള്ള കാരണം X ആയാൽ കുഴപ്പമൊന്നുമില്ല, കാരണം അച്ഛന്റെ എക്സും അമ്മയുടെ എക്സും ചേർന്നാൽ പെണ്ണാവും. അതുപോലെ തന്നെ വൈ ക്രോമസോമിലാണ് എന്തുള്ളത്, SRY ജീൻ, അതായത് ടെസ്റ്റിസിന്റെ വൃഷണത്തിന്റെ പിന്നെ വളർച്ചയ്ക്ക് കാരണമാകുന്നത് ഏതാ, വൈ ക്രോമസോമിലുള്ള SRY ജീനാണ്. അതുകൊണ്ട് ആ അച്ഛനാണ് ഇത് കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന അച്ഛനാണ്. അച്ഛന്റെ വൈ ക്രോമസോമാണ്. ഇത്രയും ഭാഗം ഓക്കെ ആണെന്ന് വിശ്വസിക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ പാർട്ട് 2 നമ്മൾ എന്തായാലും ഇപ്പൊ പഠിച്ചത്, ജീൻ എഡിറ്റിംഗ് എന്താന്ന് പഠിച്ചു, സ്ട്രക്ചർ ഓഫ് DNA പഠിച്ചു, ലൊക്കേഷൻ പഠിച്ചു, അത് ആരാണ് സ്ട്രക്ചർ കണ്ടുപിടിച്ചതെന്ന് പഠിച്ചു, ക്രോമസോംസ് പഠിച്ചു, ക്രോമസോമിൽ എങ്ങനെയാ DNA കിടക്കുന്നത് പഠിച്ചു, DNA 2 ടൈപ്പ് ക്രോമസോംസ് പഠിച്ചു,
പിന്നെ സെക്സ് ക്രോമസോം, സൊമാറ്റിക് ക്രോമസോം, പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ജനറ്റിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഈ ജീൻ കാരണമാണ് നമുക്ക് ഈ സ്വഭാവങ്ങളൊക്കെ സ്വഭാവവും ഈ രൂപത്തിലുള്ള ഇതെല്ലാം കിട്ടുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പൊ എങ്ങനെയാണ് ഈ ജീൻ നമ്മുടെ നമുക്ക് ഈ സ്വഭാവമൊക്കെ കിട്ടാൻ എങ്ങനെയാണ് ജീൻ കാരണമാകുന്നത് എന്നുള്ളതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അത് പാർട്ട് 2 ക്ലാസ്സിലാണ് ഉണ്ടാവുക. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എന്നാ പിന്നെ എല്ലാ മക്കൾക്കും താങ്ക് യു. ഓക്കെ.